ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ പീരയാണ്. അതെങ്ങനെ ഉണ്ടാക്കി നമുക്ക് നോക്കാവേ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പീര വെച്ചതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മത്തിയാണ്. അപ്പോൾ ഇത് നമ്മൾ പല രീതിയിൽ പറയും. മീൻ പീര പറ്റിച്ചതെന്ന് പറയും, മീൻ പറ്റിച്ചത്, അങ്ങനെ പല രീതിയിൽ നമ്മളിതിനെ പറയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ചെറിയ പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഉപ്പും വിനാഗിരിയും ഒക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ്. അടുത്തതായി നമ്മുടെ മീൻ പീരയ്ക്ക് വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് ഓണിയൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 3 പീസ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, അതേപോലെ 4 പീസ് പച്ചമുളകും ചെറുതായി അരിഞ്ഞത്. പച്ചമുളക് ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും. അതുപോലെ 2 മീഡിയം സൈസ് ടൊമാറ്റോയും ഈ രീതിയിൽ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓണിയൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓണിയന് ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ പച്ചമുളക്, ഇതെല്ലാം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ കറിവേപ്പില നമ്മൾ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ പീരയാണ്. അപ്പോൾ ഞാനിവിടെ കറിവേപ്പിലയും കൂടെ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ടൊമാറ്റോയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് കഴിവതും പച്ച ടൊമാറ്റോ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. പക്ഷെ എനിക്ക് കിട്ടിയത് ചെറുതായിട്ട് പഴുത്തു പോയി. അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പിട്ടതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യത്തിന് ഫ്രഷ് കോക്കനട്ടും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ കൈ വെച്ചിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഞാൻ തോട്ടുപുളി അതൊന്നും ചേർക്കുന്നില്ല. പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ടൊമാറ്റോ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ടൊമാറ്റോ കഴിവതും ഗ്രീൻ കളർ കിട്ടുമെങ്കിൽ നിങ്ങൾ അത് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഗ്രീൻ കളർ ടൊമാറ്റോയ്ക്ക് ശകലം കൂടെ പുളി കൂടുതൽ കാണും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അത് ഉപയോഗിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മത്തിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മത്തിയുടെ പീസസ് എല്ലാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിരിക്കണം. അതിനുശേഷം നമുക്കിത് സ്റ്റൗ കത്തിച്ച് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് അടച്ചു വെച്ച് 15 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കണം. അതിനുശേഷം ഇത് തുറന്നിട്ട് നമുക്കിതിന് വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിച്ചെടുക്കാം. സ്പൂൺ ഇട്ട് നമ്മൾ ഒത്തിരി ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ പാടില്ല. അപ്പോൾ ആ മീനെല്ലാം നമ്മൾ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിതിവിടെ തുറന്നിട്ടതിന് ശേഷം ഇത് മീൻ പറ്റിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇത് ഏകദേശം 25 മിനിറ്റിനുള്ളിൽ നമ്മുടെ മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ടിപ്പായിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതേപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ല എങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കറിവേപ്പില എല്ലാം ഇതേപോലെ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കുറച്ച് നേരത്തേക്ക് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായതും അതേപോലെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതുമായ മീൻ പീര പറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.